വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ് ചാറ്റ് വിത്ത് ഇലക്ട്ര ജെംസ്. നമ്മുടെ ഇന്നത്തെ താരങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ് ഹോൾ. ഹായ് 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 ഹായ്. എന്തൊക്കെയാണ് വിശേഷം? സുഖം. മഴയൊക്കെ ഉണ്ടായിരുന്നോ? വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചെറുതായിട്ട്. എല്ലാവരും ട്രിവാൻഡ്രാണോ? എല്ലാവരും ട്രിവാൻഡ്രാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോരുത്തരൊന്ന് പരിചയപ്പെട്ടാലോ? പേരൊക്കെ പറഞ്ഞോളൂ. എൻ്റെ പേര് മീര. ഓക്കെ. ഞാൻ ബിടെക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ തേർഡ് ഇയറിൽ പഠിക്കുന്നു. ഓക്കെ. എൻ്റെ പേര് ദേവനന്ദ. ഞാനിപ്പോൾ BSc മാർവാൻസിൽ ഫസ്റ്റ് ഇയർ. എൻ്റെ പേരും ദേവനന്ദ. ഞാൻ +2 ബയോമാക്സ് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് അനുശ്രീ. ഞാനിപ്പോൾ ഒരു പോലീസ് ട്രെയിനിങ്ങിന് കയറാൻ വേണ്ടി നിൽക്കും. എന്ത് കേട്ടില്ല? പോലീസ് ട്രെയിനിങ്ങിന്. ഓക്കെ ഓക്കെ. എൻ്റെ പേര് സൂരജ്. ഞാനിപ്പോൾ കറൻ്റ്ലി RLV മ്യൂസിക് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. പാരാമെഡിക്കലാണ് ചെയ്തത്. അതിനുശേഷം RLV ജോയിൻ ചെയ്തു. അപ്പോൾ പാഷനിലോട്ട് തിരിഞ്ഞതാണ് മ്യൂസിക് എടുത്തിട്ട്. ഓക്കെ ഓക്കെ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പാരാമെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. തമിഴ്നാട്ടിലായിരുന്നു. അപ്പം പാഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇലക്ട്രയെ പറ്റി എങ്ങനെയാ അറിഞ്ഞത്? ഇലക്ട്രയെ പറ്റി ഒരു പരിചയമുള്ള ഒരു ആന്റി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അയച്ചു തന്നിട്ട് പറഞ്ഞു എന്തായാലും ഒന്ന് കൊടുത്തു നോക്ക്, അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്, കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ട്രൈ ചെയ്തതാണ്. കുറെ ഇപ്പൊ നമ്മൾ ഓൺലൈനിലാണെങ്കിലും കുറെ ഇങ്ങനെ മ്യൂസിക് ഓരോരോ ഷോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ജെനുവിൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ആദ്യം പേജിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് പരിചയമുള്ള പേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെടുമങ്ങാടുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ്. പിന്നെ അധികം ജെനുവിൻ ആണോന്ന് തിരക്കിയിട്ടില്ലായിരുന്നു. എന്നാലും എങ്ങനെയുണ്ടായിരുന്നു? ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ എന്ത് പറഞ്ഞു ഇപ്പൊ ഫസ്റ്റ് റൗണ്ട്? അല്ല, അവര് തുടക്കം മുതൽ അടുക്കം വരെയും സപ്പോർട്ടാണ്. അപ്പൊ വോട്ടിംഗ് ഫ്രണ്ട്സിനോടൊക്കെ വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. വോട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ? അത് സെപ്പറേറ്റ് പറയേണ്ട കാര്യമല്ല. എടുത്ത് സ്റ്റോറി ഇട്ടാ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടാലും മതി, അവര് ചെയ്തോളൂ. എല്ലാരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? ആണ്. എല്ലാരും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണോ? ഓക്കെ ഓക്കെ. ദേവനന്ദ. 2 ദേവനന്ദ ഉണ്ടല്ലോ. ദേവനന്ദ പറഞ്ഞു. ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ഫുൾ സപ്പോർട്ടാണോ? ഫ്രണ്ട്സും ഫാമിലിയും സപ്പോർട്ടാണ്. പക്ഷെ ഇത് പഠിത്തത്തിനെ ബാധിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫാമിലി. ഓക്കെ ഓക്കെ. പാട്ട് കൊച്ചിലെ തൊട്ട് പഠിക്കുന്നുണ്ടോ? എൻ്റെ അമ്മ ആണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. അമ്മ മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചറാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ അമ്മ? അമ്മ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ട്യൂഷൻസ് ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്. മ്യൂസിക് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പഠിക്കും. കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്വന്തമായിട്ട് തന്നെ ലൈറ്റ് മ്യൂസിക് ഒക്കെ പഠിക്കാറുണ്ട്. സ്വന്തമായിട്ട് രചനകളൊക്കെ ഉണ്ടോ? രചനകളില്ല, പക്ഷെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. സ്വന്തമായിട്ടുള്ളൊരു 2 വരി കേട്ടാലോ? പാട്ടോ? ഏതെങ്കിലും മതി. ताना बाना बुनती हवा है, बुनती हवा, बूंदे भी तो आए नहीं बाज यहाँ है, साजिश में शामिल सारा जहां है, हर जर्रे जर्रे की ये इल्तिजा है। और पिया है, और पिया है, और पिया है, और पिया. താങ്ക് യു. ഇനി അടുത്ത ദേവനന്ദ. മ്യൂസിക് എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്താ മനസ്സിലോട്ട് വരുന്നത്? നമ്മൾ ഇമോഷണലി കുറേ അറ്റാച്ച്ഡ് അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഫാമിലി, ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ അച്ഛനമ്മ, അങ്ങനെയൊക്കെ പാട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പം അങ്ങനെയൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് മ്യൂസിക് എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും മനസ്സിൽ വരുന്നത്? മ്യൂസിക് എന്ന് കേൾക്കുമ്പം എനിക്ക് ഈ ചിത്രാമ്മ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ചിത്രാമ്മയുടെ ഒത്തിരി പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മ വരും. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും ആണെങ്കിൽ തന്നെ ഒത്തിരി സപ്പോർട്ടാണ്. അപ്പം അവർക്കെല്ലാം എൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് എല്ലാം പെട്ടെന്നൊന്നും ഒരു ഓർമ്മയാണ്. ഓക്കെ ഓക്കെ.
ഇമോഷണലി കുറച്ചുകൂടെ കണക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഇല്ല. ഓക്കെ. എല്ലാവരും പിന്നെ വേറെ എന്തെങ്കിലും റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ആരെങ്കിലൊക്കെ ഉണ്ട്? പങ്കെടുത്തിട്ടുണ്ട്. സൂരജ് പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. സൂരജ് എങ്ങനെയുണ്ടായിരുന്നു ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കേരള കൗമുദിയുടെ ഒരു ഷോ ആയിരുന്നു. ട്രിവാൻഡ്രം കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ജ്യോതിർഗമയ എന്നായിരുന്നു പേര്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അത് അറൗണ്ട് ഒരു 60 or 70 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ലൈവ് ഷോ ആയിരുന്നല്ലോ അല്ലേ? ലൈവ് ഷോ ആയിരുന്നു. അപ്പൊ അതും ഇതും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മളിത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മറ്റേ ലൈവായിട്ട്. അത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈവിൽ പാടുമ്പോൾ അത് വേറൊരു രീതി, ഇതിൽ പാടുമ്പോൾ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലൈവിലാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നമ്മൾ പാടുന്നത് തന്നെ നമുക്ക് ഒരു ഔട്ടായിട്ട് കിട്ടുകയും ആ ഒരു ഇത്. പക്ഷെ നമ്മൾ ഇപ്പോൾ അല്ലാതെ റെക്കോർഡ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ പാടി പോകുമ്പോൾ നമുക്ക് എവിടെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ എന്നുള്ളൊരു പിന്നെ ജഡ്ജസിനെയൊക്കെ കണ്ട് അല്ലെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ അല്ല നമുക്ക് അവിടെ അങ്ങനെ അതായത് തിരിച്ച് നമുക്ക് അഭിപ്രായങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നു. അവർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അനുശ്രീ, എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ? മോക്കാരാണ്? എനിക്ക് അച്ഛൻ. ഓക്കെ. ഈ ഒരു മ്യൂസിക് ഈ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുണ്ടോ? പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് കമ്പോസർ വിദ്യാസാഗർ സാർ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ പാട്ടുകളൊക്കെ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സോങ്? ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ഈ അനാർക്കലി ഫിലിമിലെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. അതുപോലെ അച്ഛനാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ടാണ്. ഓക്കെ. ഈ ഒരു കോമ്പറ്റീഷനിൽ ഇതിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ? ഇതില് ഞാൻ ഫ്രണ്ട്സിനൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. ഫാമിലി സപ്പോർട്ടാണ്, എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഷെയർ ആക്കാറുണ്ടല്ലോ അല്ലെ? ഷെയർ ആക്കാറുണ്ട്. ഒരുവിധം റീച്ച് ഇപ്പൊ ആയി വരുന്നുണ്ടോ? കുറച്ച് പോപ്പുലാരിറ്റി. ഇലക്ട്രയുടെ ആ വീഡിയോക്ക് പോപ്പുലാരിറ്റി കുറവായിരുന്നു. ഞാൻ അല്ലാതെ ഇടാറുണ്ട്, ഇൻസ്റ്റയിൽ ഇടാറുണ്ട്. അപ്പൊ നമ്മുടെ ആ പേഴ്സണൽ ഫേവറേറ്റിന്റെ ഒരു സോങ് കേട്ടാലോ? വേറെ പാട്ട് മതി. ചിത്രാമ്മയുടെ ഒരു പാട്ട്. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. നെക്സ്റ്റ് മീര. മീരയുടെ ഗുരു ആരാണ്? എൻ്റെ ഗുരു രാജീവ് ആദികേശവൻ, നെയ്യാറ്റിൻകര മൂകാംബിക സ്കൂൾ ഓഫ് മ്യൂസിക്. എത്ര വയസ്സ് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 7 വയസ്സ് തൊട്ട് തുടങ്ങി പഠിക്കുന്നുണ്ട്. ഓക്കെ. സ്കൂളിലും കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. വീട്ടിൽ ആരാ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല, അച്ഛനും അമ്മയും സപ്പോർട്ടാണ്. അമ്മയ്ക്ക് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനാണ് എന്നെ കറക്റ്റ് ചെയ്ത് മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് തരുന്നത്. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് പാട്ട് പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന് വിട്ടത്. ഫ്രണ്ട്സ് ഒക്കെ ഫുൾ സപ്പോർട്ടാണോ? വീഡിയോസ് ഒക്കെ ഷെയർ ആക്കാറുണ്ടോ? ഞാൻ അധികം അങ്ങനെ ഷെയർ ആക്കാറില്ല. അപ്പോ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ? ഞാൻ അധികം പറയാറില്ല, അവർക്കറിയാം. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ?
നെഗറ്റീവ് കമന്റ്സ് അധികം വരാറില്ല, പിന്നെ കറക്റ്റ് ചെയ്യണമല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ നെഗറ്റീവ്സ് ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അച്ഛനാ കറക്റ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞേ? അച്ഛനാണോ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരുന്നേ? അച്ഛനും അമ്മയും എല്ലാവരും ഒരു ജസ്റ്റ് എല്ലാവരും ഒന്ന് ചോദിക്കും, സജഷൻ ചോദിക്കും. ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഒന്ന് പറയുന്ന ഒരു സോങ് എനിക്കും ഇഷ്ടപ്പെടുന്ന ഒരു സോങ്. ഓക്കെ 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 ഓക്കെ. മീരയ്ക്കും ഉണ്ടായിരിക്കല്ലോ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സിംഗറാണോ? സിംഗർ എല്ലാ പാട്ട് പാടാൻ അറിയുന്ന എല്ലാവരും എല്ലാവർക്കും ആണ്. എന്നാലും ഒരു പ്രത്യേക ഒരു ഇഷ്ടം ചിത്ര മാം. ചിത്ര മാമിനെ തന്നെയാ. ചിത്ര മാമിന്റെ ഒരു പാട്ട് പാടുവോ? രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. നെക്സ്റ്റ് സൂരജിലോട്ട് പോവാം. നാടൻ പാട്ടൊക്കെ ഇഷ്ടമാണോ? നാടൻ പാട്ട് മാത്രം ഇഷ്ടമല്ല, ബാക്കിയുള്ള മാത്രം ഇഷ്ടമല്ല. പെട്ടെന്ന് നാടൻ പാട്ടൊക്കെ ഇഷ്ടമുള്ള ഒരാളെ പോലെ. അന്ന് നാടൻ പാട്ട് ഇഷ്ടമല്ലാത്ത? അല്ല, ഞാൻ കൂടുതലും സെമി ക്ലാസിക്കൽ മെലഡി ആണ് പാടുന്നത്. നാടൻ പാട്ട് ട്രൈ ചെയ്തിട്ടേ ഇല്ല? ഇല്ല, ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ. സൂരജ് ആ ഒരു പാഷൻ അതെന്ത് പറ്റി ആദ്യമേ ആ ഒരു പാഷൻ എന്നാ കണ്ടിന്യൂ ചെയ്യാം, ആ ഒരു സ്റ്റഡീസ് അങ്ങനെ നോക്കാം എന്ന് വിചാരിക്കുന്നത്? അല്ല, ഞാൻ എന്റെ 4ാമത്തെ വയസ്സ് മുതൽ പാട്ട് പഠിക്കുകയാണ്. അപ്പോ 12th കഴിഞ്ഞ ടൈമിൽ ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു ഇതേപോലെ മ്യൂസിക് ഓപ്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം പറഞ്ഞു മ്യൂസിക്കിന് അധികം സ്കോപ്പ് ഇല്ല, അപ്പം പോയിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനും അധികം ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാതെയാണ് നിന്ന ആ ടൈമിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോളേജ് ഒരു ഫസ്റ്റ് സെക്കൻഡ് ഇയർ കഴിഞ്ഞ ടൈമിൽ, കൊറോണ കഴിഞ്ഞ ടൈമിലായിരുന്നു ഈ കോമ്പറ്റീഷൻസ് എല്ലാം വന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് കണക്ഷൻസ് ഉണ്ടായി തുടങ്ങി, പ്രോഗ്രാംസ് വന്നു തുടങ്ങി, റെക്കോർഡിങ്സ് വന്നു തുടങ്ങി. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്കൊരു ഉറപ്പായി ചിലപ്പോൾ അവൻ പാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പറ്റിയാലോ എന്നൊരു. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്കും ഭയങ്കര, അതായത് കർണാട്ടിക് പഠിച്ചു തുടങ്ങി ഒരു കുറച്ച് ഉള്ളിലേക്ക് പോയപ്പോൾ എന്തുകൊണ്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിച്ചുകൂടാ എന്നൊരു തിങ്ക് വന്നു. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടെയൊക്കെ അത് അറിയണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ത്വര വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ പിന്നെ ഒരു ഡിഗ്രി എടുത്ത് അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് തിരക്കിയപ്പോൾ റിസർച്ച് ഫീൽഡിലാണെങ്കിലും നല്ല സ്കോപ്പുകളുണ്ട്. അപ്പോൾ അതിനുശേഷം അതല്ലെങ്കിൽ ട്യൂട്ടറായിട്ട് കയറാനാണെങ്കിൽ തന്നെ ഒരുപാട് സ്കോപ്പുകളുണ്ട്. അപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ ആർട്സിന് കുറച്ചും കൂടെയൊക്കെ പ്രാധാന്യം കൊടുത്തു വരുന്ന ടൈമാണ്. അപ്പോൾ പിന്നെ ആദ്യം ഞാൻ സ്വാതി തിരുനാൾ കോളേജാണ് ഓപ്റ്റ് ചെയ്തിരുന്നത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ 23 കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റത്തില്ല എന്നൊരു കേരള യൂണിവേഴ്സിറ്റിയുടെ റൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ RLVയിൽ പോയി അഡ്മിഷൻ ആയ ടൈമിൽ വീണ്ടും ഇവിടെ റൂള് പിൻവലിച്ചു എന്ന് പറഞ്ഞ് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ആ കോളേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ തന്നെ ഓക്കെ. ഇപ്പം കുറച്ച് ലേറ്റ് ആയി പോയിന്ന് തോന്നുന്നുണ്ടോ? മുന്നേ അത് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ? ഇല്ല, എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല, ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു. കാരണം വെറുതെ അവിടെ പോയി ടൈം വേസ്റ്റ് ചെയ്തല്ലോ എന്നൊരിതുണ്ടായിരുന്നു. കാരണം പാരാമെഡിക്കൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷെ ബയോളജി അതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, ഹ്യൂമൻ അനാട്ടമി അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അങ്ങനെ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ കുറേ നാള് ഈ സർജറീസ് ഒക്കെ കണ്ട് മനസ്സ് അങ്ങ് മുരടിച്ചു. അതിനുശേഷം പിന്നെ മ്യൂസിക്കിലോട്ട് ചെയ്യാന്നുള്ളത്. ക്ലാസിക്കലാണ്, സെമി ക്ലാസിക്കൽ ആണെന്നാ പറഞ്ഞല്ലേ? സെമി ക്ലാസിക്കൽ മെലഡീസ് ആണ് കൂടുതലും. ഒരു മെലഡി പാടിയാലോ? ഓക്കെ. പല നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുൻപിലി തളാർന്നു നീ പിരിയാനൊരുങ്ങി നിൽക്കയോ, പിരിയാനൊരുങ്ങി
ഉറങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ. ഞാൻ എല്ലാവരോടും കൂടെ ചോദിക്കാം. ഇപ്പൊ നമ്മൾ സംഗീതം പഠിക്കാൻ ഇന്ന ഏജ് ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട് എല്ലാവരും. പ്രായമില്ല, ഏത് പ്രായക്കാർക്കും പഠിക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ സംഗീതം പഠിക്കാൻ ഒരു പർട്ടിക്കുലർ ഏജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഏജിൽ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജിൽ തന്നെ എബവ് 60 ഇയേഴ്സിലുള്ള സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്ത കഥകളി സംഗീതം, അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ കഥകളി സംഗീതം അല്ലെങ്കിൽ കഥകളി വേഷമായാൽ തന്നെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഒരുപാട് പേരുണ്ട്. റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് വരുന്ന ഒരുപാട് പീപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. അതെ. അല്ല, ശബ്ദത്തിനൊരു ഇതാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞിലേ തൊട്ട് പഠിക്കണം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ കുഞ്ഞിലെ മുതൽ ട്രെയിൻ ചെയ്ത്, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ ട്യൂട്ടറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിലെ മുതൽ ട്രെയിൻ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ത്രോട്ടിന് കുറച്ചും കൂടെ ഗ്രിപ്പ് വരാൻ ചാൻസ് കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മളുടെ സൗണ്ട് എന്തായാലും നമുക്ക് ഒരു അഡോളസൻസ് ടൈം കഴിയുമ്പോൾ എന്തായാലും മാറിക്കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ സൗണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ടിൽ നമുക്ക് അങ്ങറ്റം വരെ പോയാലും, പിന്നെ നമ്മൾ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അതെല്ലാം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ അതിന് പ്രത്യേകിച്ച് പ്രായമില്ല. സംഗീതം ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഓക്കെ. ദേവനന്ദയുടെ അഭിപ്രായം എന്താ? പ്രായമില്ല. കാരണം എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സംഗീതം പഠിക്കണം എന്ന്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും, ഇപ്പോഴും അമ്മൂമ്മ നന്നായിട്ട് പാടും. പക്ഷെ അമ്മൂമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അമ്മൂമ്മയ്ക്ക് പ്രായം കൂടിപ്പോയോണ്ട് ഇനി ആർക്കും അറിയാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. അതുകൊണ്ട് അമ്മൂമ്മ അമ്മയെ പഠിപ്പിച്ചു. അമ്മ കുഞ്ഞായിരുന്നപ്പോഴേ അമ്മയെ വീണ, അതുപോലെ കുറേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അമ്മയെ പഠിപ്പിച്ചു. അപ്പം അതുകൊണ്ട് അമ്മ എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അമ്മ അതുപോലെ എന്നെയും പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ എന്നെ പഠിപ്പിക്കുമായിരുന്നു. ഇനിയും മ്യൂസിക് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതിലും അമ്മ നല്ല സപ്പോർട്ടാണ്. അമ്മയും അച്ഛനും സപ്പോർട്ടാണ്. ഓക്കെ. ഇനി അടുത്ത ദേവനന്ദയ്ക്ക് കാണാലോ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാള്. പെട്ടെന്ന് ആ ആള് മുന്നിൽ വന്ന എന്തായിരിക്കും എക്സ്പ്രഷൻ? ആരായിരിക്കും? അല്ലെങ്കിൽ രണ്ടുപേരെ. അപ്പൊ പെട്ടെന്ന് അവര് മുന്നിൽ വന്ന് നോക്ക്, അപ്പൊ എന്തായിരിക്കും എക്സ്പ്രഷൻ? ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും? ഞെട്ടും. ഓക്കെ. പിന്നെന്തായിരിക്കും? കുറെ ആഗ്രഹങ്ങൾ കാണുമല്ലോ നമ്മൾ, എന്തെങ്കിലും അവരെ കാണുമ്പോ അവരോട് ചോദിക്കണം, ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ? കൂടെ പാടണം. ഓക്കെ. ഇഷ്ടപ്പെട്ട പാട്ട് പാടി കേൾപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്? ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഇതായിരിക്കും പാടുന്നേ? ഒരു പുഷ്പം മാത്രം പാടോ? ഓക്കെ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമിന്നോട് ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമിന്നോട് ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരിക്കായിരുന്നോ? ചെറിയൊരു ഗെയിം ചെയ്താലോ? ചെറുത് സിമ്പിൾ. നമ്മൾ അന്താക്ഷരി, പണ്ടൊക്കെ എല്ലാരും അന്താക്ഷരി കളിക്കായിരുന്നു, ഇപ്പൊ അധികം ഇല്ല. അപ്പൊ അന്താക്ഷരി നോക്കാം. മീര പാടോ ഫസ്റ്റ് ഒരു പാട്ട്? ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. താരും തളിരും മിഴി പൂട്ടി താഴെ ശ്യാമാമ്പ
നൊമ്പരത്തിൻ നിറമായി നിറമായി നാകുമോ മൂകനലേ നീനാചാരി തെളിസേ നീ നാകുമോ മൂകനലേ നീ നാചാരി തെളിസേ നീ. ഓക്കെ അനുശ്രീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനിലാത്തിൽ പൂക്കും പുണ്യമല്ലോ നീ. നിറങ്ങളെ പാടൂ കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരി തൻ ലയഭരവാസന്ത നിറങ്ങളെ പാടൂ. അപ്പൊ ഇതിന് സമ്മാനം എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഓക്കെ അനുശ്രീ ഇപ്പോ എന്താ പറയാ, ആ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആളെ പെട്ടെന്ന് കാണുമ്പോൾ എക്സ്പ്രഷൻ എന്തായിരിക്കും? പെട്ടെന്ന് അങ്ങനെ വരത്തില്ലല്ലോ, അങ്ങനെ ഒരു അവസരം വന്നത് വിചാരിക്കും. അപ്പൊ ആരെയായിരിക്കും? എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിദ്യാസാഗമാഷിന് ഇഷ്ടം. അപ്പോ അടുത്ത് നിന്നൊരു പാട്ട് പാടണമെന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ആഗ്രഹം. ഇപ്പൊ ഗുരുസ്ഥാനത്ത് ഇപ്പോ കാണാൻ ആഗ്രഹിക്കുന്ന ആളും അദ്ദേഹം തന്നെ ആയിരിക്കും അല്ലേ? ഗുരുസ്ഥാനത്ത് എനിക്ക് അല്ല, പഠിപ്പിച്ച ആളാണല്ലോ എപ്പോഴും ഗുരു. നമ്മളിപ്പം ഇന്ന ഒരാളെ ഗുരുസ്ഥാനീയനാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാണുമല്ലോ. അപ്പം പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാരും ഒരുപാട് വ്യക്തികളില്ലേ, അങ്ങനെ ഒരാളെ പറയാൻ പറഞ്ഞു? അദ്ദേഹം തന്നെ ആയിരിക്കോ? ഇനി നിങ്ങളുടെ എല്ലാം ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ദേവനന്ദയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? എനിക്ക് പ്ലേ ബാക്ക് സിംഗർ ആവണമെന്ന്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഇപ്പോഴേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴും കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ ഇതുകളുണ്ട്. എന്നാലും ശ്രമിക്കുന്നുണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ടൈമൊക്കെ കണ്ടെത്താൻ വേണ്ടി. ഭാവിയിൽ നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ആവട്ടെ. മീരയ്ക്കോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ കൂടുതലും കർണാട്ടിക് സൈഡാണ് ഇതുവരെയും ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി കുറച്ചുകൂടെ സിനിമ പാട്ടുകൾ, ഇങ്ങനത്തെ കോൺടെസ്റ്റിനൊക്കെ പങ്കെടുത്ത് കുറച്ചുകൂടെ സൗണ്ട്, ഇങ്ങനെ സിനിമ പാട്ടുകൾ അല്ലാത്ത മെലഡി സോങ്സ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു ടീച്ചിങ് പ്രൊഫഷൻ സൈഡിൽ കൂടെ കൊണ്ടുപോകണം എന്നുണ്ടോ? ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ, മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന പഠിക്കുന്ന എല്ലാരും ഒരു ടീച്ചിങ് അല്ലെ, ഓൺലൈൻ ആ ഒരു ടീച്ചിങ്ങിന്റെ ആ ഒരു ഇതല്ലേ, അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? കുറച്ച് കുട്ടികളെ ഇങ്ങനെ പാട്ടൊക്കെ പാടി പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉണ്ടോ? ആഗ്രഹമുണ്ടോ? ദേവനന്ദയ്ക്ക് ഉണ്ടോ? ഞാൻ 10th കഴിഞ്ഞ് 11th പോകുന്നതിൻ്റെ ആ ഒരു വെക്കേഷൻ, അപ്പോൾ ഓൺലൈനിൽ നിന്ന് പിയാനോയുടെ ലെസൺസ് എടുക്കുമായിരുന്നു. ഇംഗ്ലണ്ടിലുള്ള കുട്ടികൾക്ക് എടുക്കുമായിരുന്നു. എനിക്ക് സിംഗിങ്ങിന് എനിക്ക് എൻ്റെ സ്കൂളിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ പൊങ്ങി വന്നത് കീറ്റാർ വായിക്കുന്നതുകൊണ്ടാണ്. സ്റ്റീഫൻ ദേവസി സാറുമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കീറ്റാർ അങ്ങനെ കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതാണ് പഠിപ്പിക്കണം എന്ന് ആഗ്രഹം. അത് 10th എനിക്ക് പഠിപ്പിക്കാൻ ആഗ്രഹം, ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല, പ്രോഗ്രാംസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. സൂരജ്, ഇനിയിപ്പോ സൂരജിന്റെ ഫ്യൂച്ചർ പ്ലാൻ ഇത് തന്നെ, പാഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഉറപ്പായിട്ടും. ഓക്കെ. നാടൻപാട്ട് ഇഷ്ടമല്ലതല്ലേ പറഞ്ഞ്? ഇഷ്ടമല്ല, പാടിയിട്ടില്ല ഇതുവരെ. അപ്പൊ നമുക്ക് വേണ്ടി സൂരജ് ആദ്യമായിട്ട് നാടൻപാട്ട് പാടുക, പാടിയല്ലേ? എല്ലാരും കൂടെ പിടിക്കണം. ആദ്യം സൂരജ്, പിന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യും. കൈതൂല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലു കുലിച്ച്, കൈതൂല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലു പൊലിച്ച്, കാതുകുത്താൻ എപ്പവരും നിന്റെ മവന്മാര് പൊന്നേ,
കാതുകുത്താൻ ഇപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. ഇതാ പറഞ്ഞ അറിയത്തില്ല, എന്ത് ഭംഗിയായിട്ട് പാടിയേ. അല്ല, ഇത് പണ്ട് ബാൻഡിൽ ഒരു ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിട്ട് പഠിച്ചു വെച്ചിരുന്നായിരുന്നു. അത് ചെയ്തില്ല. എന്തായാലും ഉപകാരമായില്ലേ ഇപ്പോ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം നല്ല രീതിയിൽ സഹകരിച്ച് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് സ്നേഹം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ലാസ്റ്റ് നമുക്കൊരു പാട്ടോട് കൂടി ഈ ഷോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ്? ഓക്കെ. വാക്കുരുവികളെ മറുകുയിലുകളെ നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാം. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുവിധുവാസന്തരാവിൽ. പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോൾ ചുവടുവെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേരാം ആശംസ.